കോൺഗ്രസിന്റെ പുനർജീവനം ലക്ഷ്യം വെച്ച് വിവിധ പരിപാടികളാണ് കോൺഗ്രസ് ഈ വർഷം ആസൂത്രണം ചെയ്യുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും മുന്നിൽ കണ്ട് തന്ത്രങ്ങൾ മെനയാൻ വിവിധ ആസൂത്രണ സമിതികൾ രൂപപ്പെടുത്തി കഴിഞ്ഞു. താഴെത്തട്ട് മുതലുള്ള പ്രവർത്തനങ്ങളിലൂടെ ശക്തമായ ഒരു തിരിച്ചുവരവാണ് കോൺഗ്രസ് ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത്. അതിനു മുന്നോടിയായി മഹാത്മാഗാന്ധി കുടുംബ സംഗമങ്ങളിലൂടെ വ്യക്തികളിലേക്ക് ഇറങ്ങിച്ചെന്ന് ബോധവൽക്കരിക്കുന്ന രീതിയിലാണ് കോൺഗ്രസ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത്. അനുഭാവികളെയും പ്രവർത്തകരെയും നേരിട്ട് കണ്ട് സംവദിക്കുന്നതിലൂടെ കേന്ദ്ര ജനവിരുദ്ധത ബോധ്യപ്പെടുത്തുകയും രാജ്യത്തിന്റെ നാശവും ജനങ്ങളോടുള്ള നീതിരഹിതമായ ഭരണവും ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഇങ്ങനെ താഴെത്തട്ടിലുള്ള നേതാക്കളെ ശാക്തീകരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി നടത്തുന്ന പ്രവർത്തനങ്ങളും സംസ്ഥാനങ്ങളിലുടനീളം തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനായി പാർട്ടി യോഗങ്ങളിൽ ജില്ലാ പ്രസിഡന്റുമാർക്ക് ഒരു അധികാരം നൽകാനുള്ള നിർദ്ദേശങ്ങളും കോൺഗ്രസ് പരിഗണിക്കുന്നുണ്ട് എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഏപ്രിൽ 9 ഗുജറാത്ത് അഹമ്മദാബാദിൽ നടക്കുന്ന AICC സമ്മേളനത്തിൽ ഈ ലക്ഷ്യത്തിൻ്റെ ചർച്ചകൾ നടക്കുമെന്നാണ് മുകുൾ വാസ്നിക്കിൻ്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര സമിതി അറിയിച്ചിട്ടുള്ളത്. സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾ തയ്യാറാക്കിയ പരിപാടികൾ നടപ്പാക്കാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളെ സാമ്പത്തികമായി ശാക്തീകരിക്കണമെന്നും സമിതി നിർദ്ദേശിക്കുകയുണ്ടായി. കനയ്യകുമാർ, സച്ചിൻ റാവു, കൃഷ്ണ അല്ലവരു, മീനാക്ഷി നടരാജൻ എന്നിവരാണ് സമിതിയിലെ മറ്റ് അംഗങ്ങൾ. നിലവിലെ ജില്ലാ ഘടകങ്ങളുമായി പാർട്ടി നിലവിൽ കൂടിയാലോചന നടത്തുകയാണ്. കർണാടക, തമിഴ്നാട്, കേരളം, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഗോവ, ലക്ഷദ്വീപ്, പുതുച്ചേരി, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര എന്നിവിടങ്ങളിലെ 338 ജില്ലാ യൂണിറ്റുകളുമായി വെള്ളിയാഴ്ച യോഗങ്ങൾ ചേർന്നു. ബാക്കിയുള്ള ജില്ലാ യൂണിറ്റുകളുമായി ഏപ്രിൽ 3, 4 തീയതികളിൽ 2 റൗണ്ട് മീറ്റിംഗ് കൂടി നടക്കും. കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പാർട്ടി ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവരും വ്യാഴാഴ്ച ജില്ലാ നേതാക്കളെ കണ്ട് അഭിസംബോധന ചെയ്തിരുന്നു. AICC സമ്മേളനം ഈ നിർദ്ദേശങ്ങളെ ഗ്രീൻ സിഗ്നൽ ചെയ്യുകയാണെങ്കിൽ ജില്ലാ പ്രസിഡന്റുമാരും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ യോഗങ്ങളിൽ പങ്കെടുക്കാൻ തുടങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിർദ്ദേശങ്ങൾ അംഗീകരിച്ചാൽ DCC പ്രസിഡന്റുമാരെ 3 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുവദിക്കില്ല. നിലവിൽ ജില്ലാ പ്രസിഡന്റുമാരെ AICC നേരിട്ട് ആണ് നിയമിക്കുന്നത്. മാർച്ച് 20 KC വേണുഗോപാൽ ഉത്തർപ്രദേശിലെ പുതിയ DCC അധ്യക്ഷന്മാരുടെ പേരുകൾ പ്രഖ്യാപിച്ചതോടെയാണ് ഏറ്റവും പുതിയ നിയമനങ്ങൾ നടന്നത്. DCC പ്രസിഡന്റുമാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനും തിരഞ്ഞെടുക്കാനും ഓരോ ജില്ലാ തലത്തിലും സംസ്ഥാന യൂണിറ്റുകൾക്ക് കമ്മിറ്റികൾ രൂപീകരിക്കാൻ അനുവാദം നൽകണമെന്നാണ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശം. തീരുമാനമെടുക്കൽ വികേന്ദ്രീകരിക്കുക എന്നതാണ് അടിസ്ഥാന ആശയങ്ങൾ. DCC പ്രസിഡന്റുമാരുടെ പങ്ക് നിർണായകമാണെന്നും അവര് പാർട്ടിയുടെ സന്ദേശവാഹകരും മാത്രമല്ല, മറിച്ച് മുന്നണിയിൽ നിന്ന് നേതൃത്വം നൽകുന്ന ജനറൽമാരാണെന്നും ഖാർഗെ പ്രസ്താവിക്കുകയുണ്ടായി. അതിനാലാണ് നിങ്ങളുമായി നേരിട്ട് ആശയവിനിമയം നടത്തേണ്ടതിൻ്റെ ആവശ്യകത ഞാനും രാഹുൽ ഗാന്ധിയും തിരിച്ചറിഞ്ഞത് എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. പ്രാദേശിക നേതാക്കളുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് പകരം ഏറ്റവും കഴിവുള്ളവരും പ്രതിബദ്ധതയുള്ളവരും കഠിനാധ്വാനികളുമായ വ്യക്തികളെ ഈ സ്ഥാനങ്ങളിലേക്ക് നിയമിക്കേണ്ടത് അത്യാവശ്യമാണ്, ഖാർഗെ DCC പ്രതിനിധികളോട് ആവർത്തിച്ചു പറഞ്ഞു. സുനിൽ കനകോലുവിൻ്റെ റിപ്പോർട്ടും ഗൗരവത്തോടെ തന്നെ കാണേണ്ടതാണ് എന്നാണ് വിലയിരുത്തൽ. തെക്കൻ ജില്ലകളിൽ DCC തലപ്പത്ത് പൂർണ്ണമായും മാറ്റമുണ്ടായേക്കും. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മിന്നും വിജയം നേടിയെങ്കിലും ബൂത്ത് തല പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ലായിരുന്നു എന്ന സുനിൽ കനകോലിൻ്റെ റിപ്പോർട്ട് വളരെ ഗൗരവത്തോடு തന്നെ കൂടിയാണ് എടുത്തിരിക്കുന്നത്. സർക്കാർ വിരുദ്ധ വികാരമുണ്ടായിരുന്ന വോട്ടർമാരെ ബൂത്തുകളിൽ എത്തിക്കാനായില്ല എന്നതും റിപ്പോർട്ടിനകത്തുണ്ട്. പ്രായം, പ്രവർത്തന മികവ്, സാമുദായിക സമവാക്യം എന്നിവ പരിഗണിക്കാതെയാണ് കഴിഞ്ഞ തവണ DCC പ്രസിഡന്റുമാരെ തീരുമാനിച്ചത് എന്ന വിമർശനവുമുണ്ട്. ഇതെല്ലാം പരിഗണിച്ചാവും പുതിയ ഒരഴിച്ചുപണി. പരമാവധി യുവാക്കളെ ജില്ലാ അധ്യക്ഷന്മാരാക്കണമെന്ന താല്പര്യമാണ് ദേശീയ നേതൃത്വത്തിന്. കേരളത്തിൽ 1-ലേറെ DCCയുടെ തലപ്പത്തെങ്കിലും വനിതാ പ്രാതിനിധ്യം ഉണ്ടാവുന്ന പ്രതീക്ഷയിലുമാണ്. ഇങ്ങനെ വനിതാ പ്രവർത്തകർ മുൻനിരയിലേക്ക് വന്നാൽ അത് കോൺഗ്രസിൽ വനിതാ പ്രവർത്തകർക്ക് പുതിയ ഊർജമാവും എന്നതിൽ യാതൊരു തർക്കവുമില്ല.
അടുത്ത കൊല്ലം തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൽ കോൺഗ്രസ് വിജയമുറപ്പിക്കാനുള്ള ലക്ഷ്യത്തിന് സാധൂകരണം ഇത്തരം അടിസ്ഥാന പ്രവർത്തനങ്ങളിലൂടെ സാധ്യമാകുമെന്നതാണ്. ദേശീയ, ജില്ലാ, പ്രാദേശിക തലത്തിലെ പ്രവർത്തകരും നേതാക്കളും സീമകളില്ലാതെ പരസ്പരം ആശയവിനിമയം നടത്തുന്ന സാഹചര്യത്തിലൂടെ കോൺഗ്രസ് സംഘടനാ തലത്തിലുള്ള ഒരു പുകമറ മാറുകയും തുറന്ന ചർച്ചകളിൽ ആരോഗ്യപരമായ ഒരു ലക്ഷ്യം പ്രാവർത്തികമാക്കാനും അതിലൂടെ ഭരണത്തിലേറുകയും ചെയ്യും എന്നതിൽ ഒരു തർക്കവും വിചാരിക്കേണ്ട. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.